ശ്രീ മിഥുൻ വിജയകുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നമ്മുടെ കമന്റിൽ ആദ്യം വന്നിരിക്കുന്നത് ഉപകാരസ്മരണ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് തേനും പാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ മമ്മൂട്ടി ഈ അവാർഡിന് അർഹനല്ല എന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ ഒരു ചർച്ച ഇവിടെ നടന്നിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അവാർഡ് പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കണം, മുമ്പ് യേശുദാസ് ചെയ്തതുപോലെ. പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിരുന്നു, യേശുദാസ്. അതുപോലെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഇതിനിടയിൽ ആണ് മമ്മൂട്ടിക്ക് വീണ്ടും അവാർഡ് കിട്ടിയപ്പോൾ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതായത് യുവനടന്മാർക്ക് അവാർഡ് കിട്ടിയില്ല എന്നാണ്, മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയില്ല എന്നാണ്. നോക്കൂ മഞ്ജുഷ്, എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇവരൊക്കെ ജൂറിയുടെ ഒരു സേഫ് ആർട്ടിസ്റ്റിക് ചോയ്സ് ആണ്. അപ്പോൾ ഇവർക്ക് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഇവര് ഗ്യാരണ്ടീഡ് ആക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പോപ്പുലാരിറ്റിയാണ് ഇവരുടെ, അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ഒരു മാഗ്നറ്റിനെ പോലെ ഇവരിലേക്ക് അവാർഡ്സ് കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ അത്ര ഗ്ലാമറസ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പല നടന്മാരുണ്ട്, എന്നാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള റോളൊക്കെ ചെയ്യുന്ന ആളുകൾ കൂടെ പരിഗണിക്കണം, അതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു ജൂറി ചെയർമാന്റെ അപ്പോയിന്റ്മെന്റ്, ഇപ്പൊ ജൂറി ചെയർമാൻ ഈ നാഷണൽ അവാർഡ്സിനൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ചില പരിഹാസങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇതിനെ പോലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരിക, പിന്നെ ഈ വേടന് അവാർഡ് കൊടുത്തത് അത് ശരിയാണോ എന്ന് തോന്നുന്നില്ല. കാരണം പലപ്പോഴും ഈ അലിഗേഷൻസ് ഒക്കെ നേരിടുന്ന ആളുകളെ, അതിപ്പോ ഏത് മേഖലയിലാണെങ്കിലും പൊളിറ്റിക്കൽ അലിഗേഷൻസ് നേരിടുന്നവർ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ് മറുഭാഗത്ത് ഒരു അവാർഡുമായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഇവരുടെ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പുരസ്കാരങ്ങളും അല്ലെങ്കിൽ അംഗീകാരങ്ങളും, അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് ഉയർത്തി പിടിക്കാൻ നോക്കുകയാണെങ്കിൽ, അതായത് ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിച്ച് ഒരു മോറൽ കൾച്ചറൽ സ്റ്റാൻഡേർഡ് അവർ മുന്നോട്ട് വെക്കാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് കിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവാർഡ് കിട്ടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം ആ ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ അലൈൻമെന്റിന്റെ പുറത്താണ് വേടൻ അവാർഡ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ പറയാം പ്രൊഫഷണൽ മെറിറ്റ് നോക്കിയിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എല്ലാ മേഖലയ്ക്കും ബാധകമല്ലേ? ഇനി അല്ല, സിനിമാ മേഖലയെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 52ാമത്തെ എഡിഷൻ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഹോം സിനിമയ്ക്ക് അവാർഡ് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ അന്ന് ഉയർന്നു വന്ന ഒരു എന്താ പറയാ, ഏറ്റവും വലിയ വിമർശനം അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്നൊരു കാര്യം വിജയ് ബാബുവിന്റെ ആ സമയത്തുള്ള അലിഗേഷൻസ് ആയിരുന്നു അതിന് കാരണമെന്നാണ്. അപ്പൊ കഴിവുള്ള എത്രയോ നടന്മാർക്ക് അന്ന് അവാർഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ വേടന് അവാർഡ് കൊടുക്കുകയാണ്, അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അത് കുഴപ്പമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൾച്ചർ അവർ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അത് എല്ലാ മേഖലയിലും അതുപോലെ ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രത്യേക ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ അവാർഡിനെ പോലും ഒരു വെപ്പണൈസ് ചെയ്യാൻ പറ്റും, ഒരു കൾച്ചറൽ വെപ്പണായിട്ട് ഉപയോഗിക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അലൈൻമെന്റിന് അപ്പുറത്തേക്ക് മേ ബി ചിന്തിക്കുകയും കുറച്ചുകൂടെ ഒരു ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാപ്സ് ഒക്കെ ഇല്ലാതാക്കുകയും. അല്ല മിഥുൻ, ഇവിടെ വേടൻ അവാർഡ് കൊടുത്തതിൽ മാത്രമേ ഇതുള്ളൂ, അതോ മറ്റ് അവാർഡുകളുടെ കാര്യത്തിലും താങ്കൾ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അല്ല, മറ്റ് അവാർഡുകളുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ പല അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാപ്സ് ഉണ്ട്. അതൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി. ഇപ്പം കുട്ടികളുടെ അവാർഡ് നോക്കുകയാണെങ്കിൽ അതിൽ എന്താണ് 128 സിനിമകൾ സബ്മിറ്റ് ചെയ്താൽ പോലും ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം സെലക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയെ പോലും എന്താ പറയാ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ചിൽഡ്രൻസ് ഫിലിം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഇനിയും ഇൻവെസ്റ്റ്മെന്റും ഇന്നോവേഷനും ഒക്കെ വരാൻ വേണ്ടിയിട്ട് എന്താണ് അതിന് എൻകറേജ്മെന്റ് എന്താണ് കിട്ടുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത്? അപ്പൊ അവിടെ എൻകറേജ്മെന്റ് അല്ല, അവിടെ ശരിക്കും ഒരു എംബാരസ്മെന്റ് ആണ് തോന്നുന്നത്. കാരണം 128 ഫിലിംസ് സബ്മിറ്റ് ചെയ്തിട്ടും അതിൽ നല്ല സിനിമകളൊന്നും ഇല്ല. കുട്ടികളുടെ നല്ല സിനിമകളൊന്നും ഇല്ല, അല്ലെങ്കിൽ എല്ലാ സിനിമകളും കുട്ടികളുടെ സിനിമയായിട്ട് ക്വാളിഫൈ ചെയ്യില്ല എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം. അപ്പൊ ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഗ്യാപ്സുമുള്ള, പല ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു തരം അവാർഡ് ദാനമായി പോയി. പിന്നെ മമ്മൂട്ടി ഓൾവേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്, ഒരു സേഫ് ചോയ്സ് അവാർഡാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ പണിക്കർ, അങ്ങനെ ഒരു സേഫ് ചോയ്സ് അതുകൊണ്ട് മമ്മൂട്ടി വരുന്നു, അതുകൊണ്ട് ആരും അതിൽ കുറ്റം പറയുകയില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രം ഉജ്ജ്വലമായിരുന്നു, അതുകൊണ്ട് ജൂറിക്ക് ഒരു അനായാസം ഒരു സെലക്ഷൻ സാധിച്ചു. അതാണ് ഇന്നത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ കണ്ടത്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതുപോലെ മറ്റൊരു കാര്യം, ഇത് കൈനിറയെ പുരസ്കാരം നൽകുന്നത് പോലെ കൂടിയായല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് ഒരു താരബാഹുല്യം കൂടി ഉണ്ടാകും, അതൊരു അവാർഡ് നൈറ്റിന്റെ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. അത്രമാത്രം പുരസ്കാര ജേതാക്കളുണ്ട്. ശ്രീ മഞ്ജുഷ്, ഏതൊരു അവാർഡും അതിലുള്ള ജൂറിയുടെ താല്പര്യത്തിനനുസൃതമായിട്ട് കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് സബ്ജക്റ്റ് ടു ക്രിറ്റിസിസം ആണ്. പക്ഷേ ആ ക്രിറ്റിസിസത്തിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ആ സിനിമ കണ്ട അല്ലെങ്കിൽ അതിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന പ്രാഥമിക ജൂറി, എന്നിട്ട് അവർ പറഞ്ഞതിന് ശേഷം കണ്ടിരിക്കുന്ന അവസാനത്തെ ലിമിറ്റഡ് നമ്പർ ഓഫ് സിനിമകൾ കണ്ടിരിക്കുന്ന ഫൈനൽ ജൂറി, അവരുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഡിസ്കഷനിൽ
അവർക്ക് മികച്ചത് എന്ന് തോന്നുന്ന സിനിമകൾക്കും പ്രകടനങ്ങൾക്കും ടെക്നിക്കൽ സൈഡിനും ഒക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിറ്റിസിസം ഉണ്ട് എങ്കിൽ പോലും അത് അവരുടെ ചോയ്സ് എന്ന നിലയ്ക്ക് അത് പരിമിതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ അവാർഡ് മാത്രമല്ല, ഏത് സമയത്തുണ്ടാകുന്ന അവാർഡാണെങ്കിലും ദേശീയ അവാർഡാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ദേശീയ അവാർഡിന് വലിയ ക്രിറ്റിസിസം നടത്തുന്ന ആൾക്കാർ സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടും കുറച്ചുകൂടി വാട്ടർ ടൈറ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടും കൂടി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം നമ്മൾ ക്രിറ്റിസിസം റേസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ക്രിറ്റിസിസത്തിന് സ്കോപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ധാർമ്മികമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര ഫ്രീക്വൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സമയം വരെയും നമ്മുടെ നാട്ടിലെ പല മലയാളം എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും നിരവധി സിനിമാ അവാർഡുകൾ കൊടുത്തിരുന്നു. അപ്പോൾ ആ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണന എന്നത് ഏറ്റവും മികച്ച സിനിമകൾക്കും ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്കും ഒക്കെ അവാർഡ് കൊടുക്കുക എന്നുള്ളതാണോ, അതോ ഏറ്റവും കൂടുതൽ ജനകീയ സ്വാധീനമുള്ള ആൾക്കാരെ ഈ അവാർഡ് ചടങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നടനുണ്ടാകും, ഏറ്റവും മികച്ച യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ ഉണ്ടാകും, ഏറ്റവും മികച്ച യങ് ആർട്ടിസ്റ്റ് ഉണ്ടാകും, ഏറ്റവും മികച്ച താര ജോഡി ഉണ്ടാകും. അങ്ങനെ നിരവധി അവാർഡുകളുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ മലയാള സിനിമയിലെ ആ ഫ്രട്ടേണിറ്റിയിലുള്ള ഏതാണ്ട് മുൻനിര ആൾക്കാർ മുഴുവനും ആ ചടങ്ങിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തും. അപ്പൊ എല്ലാവർക്കും. പക്ഷെ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ ഇല്ല. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയും മികച്ച സഹനടനും കൂടി ചേർത്തുകൊണ്ട് നടന്മാർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് എത്ര പേർക്കാണ്? 4-5 പേർക്കുണ്ട്. എന്ന് വെച്ചാൽ മികച്ച നടനൊരു അവാർഡുണ്ട്, പിന്നെ 2 പേർക്ക് ജൂറിയുടെ പ്രത്യേക അവാർഡുണ്ട്, പിന്നെ അതിന്റെ മമ്മൂട്ടിയുണ്ട്, ടൊവിനോയുണ്ട്, ആസിഫ് അലി ഉണ്ട്, സൗബിൻ ഷാഹിർ ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. അതെ, അപ്പൊ എത്ര പേരായി? 4-5 പേരായിട്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് നിങ്ങളൊരു ചോയ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെല്ലാം വീഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ വെച്ചിട്ടാണ് അവസാനം ഈ അവാർഡ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നിലധികം എക്സെപ്ഷണൽ പെർഫോമൻസ് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും പ്രത്യേക ജൂറി പരാമർശമൊക്കെ കൊടുക്കണം. ഈ പ്രത്യേക ജൂറി പരാമർശം എന്ന് പറയുന്നത് ലാവിഷായിട്ട് സത്യത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല. വളരെ പരിമിതമായിട്ട്, വളരെ എക്സെപ്ഷൻ, അതായത് അത്രത്തോളം തുല്യത അവസാന റൗണ്ടിൽ ഈ 2 ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു നേരിയ മാർജിൻ, ഒരു ഹെയർ ലൈൻ ലീഡ് ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് മറ്റേയാളിനെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വേണം ഒരു ജൂറി പരാമർശമൊക്കെ സത്യത്തിൽ കൊടുക്കാൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാരിക്കോരി കൊടുത്തിരിക്കുന്നത് പോലെയും ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ചാനൽ നടത്തുന്ന അവാർഡ് നിശ പോലെ തന്നെ ആക്കിയെടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡയറക്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ നിലയ്ക്കാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്. ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും കേന്ദ്ര അവാർഡ് കൊടുത്തു കഴിഞ്ഞാലും സംസ്ഥാനം ഏതെങ്കിലും വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവാർഡ് കൊടുത്താലും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും ഈ അതിന്റെ ഫോർ ഫ്രണ്ടിലേക്ക് വരുന്ന ആരോപണങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേടന് അവാർഡ് കൊടുക്കുന്നു. വേടൻ അവാർഡ് കൊടുക്കുന്നത് ഗാനരചയിതാവ് എന്ന നിലയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ അതാണ് ഏറ്റവും മികച്ച ഗാനരചന എന്നുള്ളത് ഈ ഒരു ജൂറിയുടെ അഭിപ്രായമാണ്. അതിലൊരു പൊളിറ്റിക്കൽ കളർ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമെങ്കിലും നമുക്ക് ആരോപിക്കാവുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രകാശ് രാജാണ്. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയം എന്താണ്? പ്രകാശ് രാജ് സിനിമകളെ കാണുന്ന രീതി എങ്ങനെയാണ്? പ്രകാശ് രാജിന്റെ ക്രിറ്റിസിസം ഏത് നിലയ്ക്കാണ്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോ ഈ അവാർഡ് കൊടുത്തതിന് ശേഷം അദ്ദേഹം മമ്മൂട്ടിയുടെ അഭിനയ പാടവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു കുത്തു കൊടുക്കുന്നത് ദേശീയ അവാർഡ് കമ്മിറ്റി ജൂറിക്കാണെന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അവിടെ പറയുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലല്ല, ഇതിനേക്കാൾ വളരെ ഡെപ്തോടുകൂടി പ്രകാശ് രാജിന്റെ ചോയ്സസിനെയും വിമർശിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് നാഷണൽ അവാർഡ് ഡസന്റ് ഡിസർവ് മമ്മൂട്ടി എന്നാണ്. മമ്മൂട്ടി അത് അർഹിച്ചിരുന്നു എന്നുള്ളതല്ല, നാഷണൽ അവാർഡ് മമ്മൂട്ടി അർഹിച്ചില്ല എന്ന മട്ടിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന, തലക്കെട്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തയും അതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ വരുന്ന ചോയ്സസിനെ അയാൾ പരിഗണിച്ചതിന് ശേഷം അയാൾ ഒരാളിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ജൂറിയും തീരുമാനിക്കുന്നത് പോലെ മാത്രമേ മറ്റൊരാളും ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ മറ്റുള്ള ആൾക്കാർ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ പ്രകടനം കണ്ടു, അത് തന്നെയാണ് ദേശീയ തലത്തിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ മറ്റു ചില ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പാനലും അതേ രീതിയിൽ തന്നെ ചിന്തിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചാൽ അത് ശരിയല്ല എന്ന് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.